എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ഗോകു അവന്റെ മുറിവിൽ കൈ കൊടുത്ത് എഴുന്നേറ്റ് നിൽക്കും. ഗോകുവിനാണെങ്കിൽ ഇപ്പോൾ തളർച്ച കൂടിക്കൂടി വരികയാണ്. അവന്റെ വിഷൻസ് അത് പതിയെ പതിയെ മങ്ങാനായിട്ട് തുടങ്ങും. ഗോകുവിന്റെ സ്പീറ്റ് അത് കൂടാനായിട്ട് തുടങ്ങും. ഗോകു വീക്ക് ആവുകയാണെന്ന് മനസ്സിലാക്കി ഇവിടെ മോൺസ്റ്ററിന്റെ സന്തോഷം അത് കൂടുകയാണ്. നമ്മുടെ ആൾക്കാരുടെ ടെൻഷൻ ആണെങ്കിൽ ഇരട്ടിയാവും. ഗോകുവിന്റെ മുറിവിലൂടെ ചോര താഴേക്ക് ഒഴുകും. അതുകൊണ്ട് ചീച്ചിയാണെങ്കിൽ ഗോകുവിന്റെ പേര് വിളിച്ച് ഓടി വരികയാണ്. ഈ മോൺസ്റ്റർ ആണെങ്കിൽ ചാടി വന്ന് വീണ്ടും ഗോകുവിന്റെ പരുക്ക് പറ്റിയ ഭാഗത്ത് ഈ മടക്കി ഇടിക്കും. ഗോകു ആണെങ്കിൽ ചോര തുളുമ്പി തെറിച്ചുപോയി അടിച്ചു വീഴും. എന്നിട്ടും കലിയടങ്ങാതെ മോൺസ്റ്റർ ആണെങ്കിൽ തുള്ളിച്ചാടി ഗോകുവിന്റെ രണ്ട് കാലിലേക്ക് ചവിട്ടി കാലുകൾ ഒടിച്ചു കളയാണ്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ആ കാഴ്ച അത് കണ്ടു നിൽക്കാനായിട്ടാവില്ല. അവൻ പതിയെ പതിയെ ഗോകുവെ നരകിപ്പിച്ച് തല്ലി കൊല്ലുന്നത് കണ്ട് നമ്മുടെ ആൾക്കാരുടെ ഹൃദയം അത് നുറുങ്ങും. അവനാണെങ്കിൽ അവന്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഒരു ഫയർ പവർ ഉപയോഗിച്ച് ഗോകുവിന്റെ വലത്തെ കൈ അതും തകർക്കുകയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ വിങ്ങലോട് കൂടെ അത് നോക്കി നിൽക്കുമ്പോൾ അവൻ ഗോകുവെ പൂർണ്ണമായിട്ടും തകർക്കാൻ മുകളിലേക്ക് പറന്നു വരും. ഗോകുവിന് ഇനി ഏതാനും മിനിറ്റുകൾ കൂടെ മാത്രമേ ജീവിച്ചിരിക്കാനായിട്ട് കഴിയൂവെന്ന് നമ്മുടെ ആൾക്കാർ ഉറപ്പിക്കും. ആ സമയം ഇവിടെ ഗാർഡിയൻ ആണെങ്കിൽ ഗാഢമായി ചിന്തിച്ച് മാർഷൽ ആർട്സ് മാനോട് പറയും, ഈ ലോകത്തിന്റെ ഒരേ ഒരു പ്രതീക്ഷ അത് ഗോകു ആണ്. ഗോകു ജീവനോട് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാവർക്കും സേഫായിട്ട് നിൽക്കാൻ കഴിയൂ. ആ ഒരു മോൺസ്റ്ററിനെ കൊല്ലാൻ എനിക്ക് ഗോകുവിനെ കൊണ്ടാവില്ല. അവൻ ചതിയിലൂടെ ഗോകുവിനെ കീഴ്പ്പെടുത്തി കളഞ്ഞിരിക്കുകയാണ്. സോ ഒറ്റ വഴി മാത്രമാണ് മുൻപിലുള്ളത്. നീ എത്രയും വേഗം എന്നെ കൊല്ലണം. എന്നെ കൊന്നുകളഞ്ഞ ആ നിമിഷം അവനും മരിക്കും. മാർഷൽ ആർട്സ് മാൻ നമ്മുടെ മുൻപിൽ ചിന്തിച്ചു നിൽക്കാൻ സമയമില്ല. എത്രയും വേഗം നീ എന്നെ കൊല്ലണം. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവനാണെങ്കിൽ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ഇവിടെ ലൗഞ്ച് ആണെങ്കിൽ അടിച്ചു പറയും, മറ്റൊന്നും ആലോചിക്കാനില്ല, അദ്ദേഹത്തെ കൊന്ന് ആ മോൺസ്റ്ററിനെ അതിനെ ഇല്ലാതാക്ക്. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ അത് ചെയ്യാനായിട്ട് കഴിയില്ല എന്ന് പറയും. അതിന് ഗാർഡിയൻ പറയും, ഡ്രാഗൺ ബോളിന്റെ സഹായത്താൽ നിങ്ങൾക്ക് എന്നെ വീണ്ടും തിരികെ കൊണ്ടുവരാൻ കഴിയും. പക്ഷെ ഇപ്പോൾ ഇതല്ലാതെ വേറെ ഒരു വഴിയുമില്ല. ഇവിടെ ആ മോൺസ്റ്റർ ആണെങ്കിൽ മുകളിലേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. വേറെ വഴിയില്ലാതെ ഇപ്പൊ മാർഷൽ ആർട്സ് മാൻ അദ്ദേഹത്തെ കൊല്ലാനായിട്ട് ഒരുങ്ങുകയാണ്. അടുത്ത നിമിഷം ഗോകു അവനാണെങ്കിൽ വിളിച്ചു പറയും, പ്ലീസ് ദയവ് ചെയ്ത് അത് ചെയ്യരുത്, അതിപ്പോ നെസസറി അല്ല, എനിക്ക് അവനെ തോൽപ്പിക്കാൻ കഴിയും. അതിന് മൊട്ടപ്പനാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ഓ നോ, നിന്റെ കൈയും കാലും ബോഡിയും എല്ലാം തന്നെ തകർന്നു കിടക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ നിന്നെ കൊണ്ടൊന്നും അനങ്ങാൻ പോലും കഴിയില്ല. അതിനാ ഗാർഡിയനും പറയും, അതെ പ്രോബ്ലം അത് സോൾവ് ചെയ്യണമെങ്കിൽ ഈ ഒരു പരിഹാരം മാത്രമേ ഇതിനുള്ളൂ എന്ന് പറഞ്ഞ് വീണ്ടും മാർഷൽ ആർട്സ് മാനോട് അവനെ കൊല്ലാനായിട്ട് ആവശ്യപ്പെടും. ക്യാമറ അങ്ങനെ സൂം ചെയ്ത് ആ മോൺസ്റ്ററിനെ കാണിക്കും. അതാണെങ്കിൽ വീണ്ടും അതിന്റെ അൾട്ടിമേറ്റ് പവർ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഗോകു, നീ നിന്റെ മരണം അത് എൻജോയ് ചെയ്യുന്നു പറഞ്ഞ് ആ പവർ ഗോകുവിന്റെ നേർക്ക് ആഞ്ഞടുപ്പിക്കും. ആ ഒരു പവറിൽ ഗോകു ആണെങ്കിൽ തകരുകയാണ്. പവറിന്റെ ഇമ്പാക്റ്റില് നമ്മുടെ ആൾക്കാരെല്ലാവരും നാനാഭാഗത്തേക്ക് തെറിച്ച് വീഴും. പവർ അങ്ങനെ പതിയെ പതിയെ ഇല്ലാതാവുമ്പോൾ ഗോകു കിടന്നിരുന്ന സ്ഥലം അതങ്ങനെ ഒരു വലിയ ദ്വാരമായിട്ട് കാണപ്പെടും. നമ്മുടെ ആൾക്കാരെല്ലാവരും ഭയത്തോടു കൂടെ ആ ദ്വാരത്തിലേക്ക് നോക്കുകയാണ്. നമ്മുടെ ആൾക്കാരെല്ലാവരും ഒരുപാട് വിഷമത്തോടു കൂടെ അങ്ങനെ നിൽക്കുന്ന സമയം ആ മോൺസ്റ്റർ ആണെങ്കിൽ താഴേക്ക് വരും. അവൻ ആ കുഴിയിലേക്ക് നോക്കും. ഗോകുവിനെ അവിടെ കാണാനില്ല. ഗോകുവിനെ ഞാൻ കൊന്നു ഈ മത്സരത്തിൽ, അതിൽ ഞാൻ ജയിച്ചു എന്ന് പറയും. ഇവിടെ ചീച്ചിക്കാണെങ്കിൽ അവളുടെ വിഷമം അത് സഹിക്കാനായിട്ട് കഴിയില്ല. ഒരു ബ്രൈഡ് ആവുന്നതിന് മുൻപ് തന്നെ ഞാനൊരു വിഡോയായി മാറി എന്ന് പറഞ്ഞ് അവളാണെങ്കിൽ കരഞ്ഞു തളർന്ന് കൊൽമയെ ഹഗ് ചെയ്യാണ്. നമ്മുടെ ആൾക്കാരെല്ലാവരും ഗോകുവിനെ സംഭവിച്ച കാര്യം ഓർത്ത് വിലപിക്കുന്ന ആ സമയം ഇപ്പൊ ആ മോൺസ്റ്റർ നമ്മുടെ ആൾക്കാർക്ക് നേരെ തിരിയും. ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഫ്രണ്ട് ഗോകുവിന് അവൻ എന്ത് സംഭവിച്ചോ അത് തന്നെ നിങ്ങൾക്ക് സംഭവിക്കും. നിങ്ങളെ എല്ലാവരെയും ഞാൻ അവന്റെ ലോകത്തേക്ക് അയക്കും. അത് കേട്ട് പന്നിക്കുട്ടനും പറ്റും അവർ രണ്ടുപേരും വന്ന വഴി ഇപ്പോ ഭൂമിയുടെ അടിയിലേക്ക് തന്നെ പോവാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ കാലും അടക്കി കൈ ചുരുട്ടി അവനെ നേരിടാനായിട്ട് തയ്യാറായി നിൽക്കുന്ന അതേ സമയം മുട്ടപ്പനാണെങ്കിൽ ദൂരത്തായിട്ട് എന്തോ ഒരു കാഴ്ച കണ്ട് അത്ഭുതപ്പെടുകയാണ്. ബാറ്റ്സ്മാൻ ആണെങ്കിൽ മുട്ടപ്പനോട് ചോദിക്കും, എന്തു പറ്റി, എന്താ കാര്യം? അതിന് ദൂരത്തായിട്ട് അവൻ ചൂണ്ടി കാണിച്ചു കൊടുക്കും. അപ്പോൾ അവർ കാണും നമ്മുടെ ഗോകു അവൻ ദൂരത്ത് നിന്ന് ഫ്ലൈ ചെയ്ത് വരികയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഉച്ചത്തിൽ അവൻ അറ്റാക്ക് ചെയ്യാനായിട്ട് ഗോകുവിനോട് പറയും. മോൺസ്റ്റർ ആണെങ്കിൽ തിരിഞ്ഞു നോക്കും. അടുത്ത നിമിഷം ഗോകു ആണെങ്കിൽ അവനെ ഇടിച്ച് വീഴ്ത്തുകയാണ്. ചോര തുളുമ്പി എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു അടിയിൽ അവൻ തകർന്നു വീഴും. ഗോകുവും ഒരു ഭാഗത്തു നിന്ന് അടിച്ചു വീഴും. ഇവിടെ ചീച്ചിക്കാണെങ്കിൽ ഗോകുവിനെ കണ്ടതിൽ വലിയ ആശ്വാസം. ഗോകു ആണെങ്കിൽ ഇപ്പൊ ആങ്കറിനോട് അവൻ റിങ്ങിന് പുറത്താണോ എന്ന് ചോദിക്കും. ആങ്കർ ആണെങ്കിൽ അല്പനേരം കാര്യമായിട്ട് ചെക്ക് ചെയ്യും. കാരണം റിങ് ഏതാണ് ഔട്ട്സൈഡ് ഏതാണെന്ന് ആൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഒരുപാട് നേരം കാര്യമായിട്ട് നോക്കിയതിന് ശേഷം ആള് വിളിച്ചു പറയും, ആ ഒരു മോൺസ്റ്റർ അവൻ റിങ്ങിന് പുറത്താണ്. സോ ഈ ഒരു മാച്ചിൽ ഗോകു അവൻ വിജയിച്ചിരിക്കുകയാണ്. ഗോകുവിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. ഇതിനിരട്ടി സന്തോഷം നമ്മുടെ ആൾക്കാർക്ക്. അവരെല്ലാവരും ഇപ്പൊ ഗോകുവിന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. ചീച്ചിയാണെങ്കിൽ ഗോകുവിനോട് നീ ഓക്കെ ആണോ ചോദിക്കും. അതിനവൻ പറയും, അല്ല,
എൻ്റെ ശരീരം മുഴുവൻ തകർന്നിരിക്കുകയാണ്, എനിക്ക് തല കറങ്ങുന്നു, എന്നെ കൊണ്ട് ഒട്ടും പറ്റുന്നില്ല. അപ്പോഴായിരിക്കും നമ്മുടെ ഉണ്ടപ്പൻ അവൻ അവിടേക്ക് നടന്നു വരിക. അവനാണെങ്കിൽ ബീനെടുത്ത് ഗോകുവിന്റെ വായിലേക്ക് ഇട്ട് കൊടുക്കും. അത് കഴിക്കേണ്ട താമസം അവന്റെ ബോഡിയിലെ ബോണ്ട് അതെല്ലാം തന്നെ നോർമലായി ഹീലായി അവൻ ബാക്ക് ടു നോർമലായി ചാടി എഴുന്നേൽക്കും. ഇവിടെ ഗാർഡിയനും മാസ്റ്ററും അങ്ങനെ എല്ലാവരും ഇപ്പൊ ആ മോൺസ്റ്റർ നോക്കുകയാണ്. ഗോകു ആണെങ്കിൽ ഹാപ്പി ആയിട്ട് ആകാശത്ത് അങ്ങനെ വട്ടമിട്ട് പറക്കും. അപ്പോഴായിരിക്കും ഇവിടെ ഗാർഡിയൻ ആ മോൺസ്റ്ററിനെ സൂക്ഷിച്ചു നോക്കുക. അവനാണെങ്കിൽ ഇപ്പോഴും അനക്കമുണ്ട്. അവൻ ശ്വാസം വലിച്ചു വിടാനായിട്ട് തുടങ്ങും. അവനെ കൊല്ലാനായി കൈ അങ്ങനെ മുകളിലേക്ക് നീട്ടും. ഗോകു ആണെങ്കിൽ പാനിക്കായി നോ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ച് ആളുടെ തൊട്ട് മുൻപിലേക്ക് വരികയാണ്. ഗാർഡിയൻ ആണെങ്കിൽ ദേഷ്യപ്പെടും, എന്റെ മുൻപിൽ നിന്ന് മാറി നിൽക്ക്, നിന്റെ മാച്ച് അത് അവസാനിച്ചു. ഗോകു ആണെങ്കിൽ തീർത്തു പറയും, ഒരു കാരണവശാലും ഞാൻ മാറില്ല, നിങ്ങൾ എന്ത് ചെയ്യാനാണ് ഇപ്പൊ തയ്യാറെടുക്കുന്നത്? അതിന് ഗാർഡിയൻ ഗോകുവിനോട് പറയും, നീ ഇത് കണ്ടില്ലേ, അവൻ ഇപ്പോഴും മരിച്ചിട്ടില്ല. അവന്റെ ഈ ശ്വാസം അത് ലോകത്തിന് തന്നെ വലിയൊരു ചലഞ്ചാണ്. അവനെ എനിക്ക് ഇല്ലാതാക്കിയേ പറ്റൂ. ഞാൻ മരിച്ചു പോയാലും ആ ഡ്രാഗൺ ബോളിന്റെ സഹായത്താൽ നിങ്ങൾക്ക് എന്നെ തിരികെ പിടിക്കാൻ കഴിയും. അത് കേട്ട് ഗോകു ആണെങ്കിൽ ആളെ ഒന്ന് സൂക്ഷിച്ചു നോക്കും. ആ ഡ്രാഗണെയും ഡ്രാഗൺ ബോളിനെയും ക്രിയേറ്റ് ചെയ്തത് നിങ്ങളാണ്. നിങ്ങൾ ഇല്ലാതായാൽ അവറ്റകളും നോർമലായിട്ട് ഇല്ലാതാവും. പിന്നീട് ഒരിക്കലും അവ തിരികെ വരില്ല. നിങ്ങളെ തിരികെ പിടിക്കാനും പറ്റില്ല. അത് കേട്ട് ഗാർഡിയൻ ആണെങ്കിൽ ദൂരേക്ക് മാറി മുകളിലേക്ക് നോക്കും. ചില സമയങ്ങളിൽ എനിക്കും തെറ്റ് പറ്റാറുണ്ട്. ആക്ച്വലി എനിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അതിന് മാസ്റ്റർ പറയും, ഒരു കാരണവശാലും അങ്ങനെ സംസാരിക്കാനായിട്ട് പാടില്ല. സത്യത്തിൽ നിങ്ങളുടെ കണ്ടുപിടുത്തങ്ങൾ അത് വളരെ വലുത് തന്നെയാണ്. ഇത്രയും കാലം ഈ നേച്ചറിനെ പ്രൊട്ടക്ട് ചെയ്തത് നിങ്ങളാണ് ഗോകുവിന് ട്രെയിനിങ് കൊടുത്ത് ഇത്രയും പവർഫുൾ ആക്കി മാറ്റിയത്. അതുപോലെ തന്നെ ആ ഡ്രാഗൺ ബോളിന്റെയും ഡ്രാഗന്റെയും ശക്തിയാൽ നമുക്ക് പല കാര്യങ്ങളും തിരികെ കിട്ടി. കുട്ടികളായിരുന്നവര് ഇപ്പൊ പവർഫുൾ ആയിട്ടുള്ള വാരിയേഴ്സായി മാറി. അതെല്ലാം തന്നെ നിങ്ങളിലൂടെയാണ്. അത് കേട്ട് ഗാർഡിയൻ ആണെങ്കിൽ ഗോകുവിനോട് പറയും, നിനക്ക് കിട്ടിയത് സത്യത്തിൽ ഒരു നല്ല മാസ്റ്ററിനെയാണ്. മാസ്റ്ററിനാണെങ്കിൽ കുറച്ച് നാണമൊക്കെ വരും. ഇവിടെ ഗാർഡിയൻ ആണെങ്കിൽ ഗോകുവിന് പുതിയ വസ്ത്രങ്ങളൊക്കെ കൊടുക്കുകയാണ്. ഗോകു ആണെങ്കിൽ ഇപ്പോൾ ഉണ്ടപ്പന്റെ കയ്യിൽ നിന്ന് ഒരു സീഡ് വാങ്ങിക്കും. അതിനുശേഷം ആ മോൺസ്റ്ററിന് കൊടുക്കുകയാണ്. അടുത്ത നിമിഷം നമ്മുടെ ആൾക്കാരെല്ലാവരും ഭയപ്പെട്ട് ദൂരേക്ക് മാറും. ബാക്ക് ടു നോർമലായ മോൺസ്റ്റർ ആണെങ്കിൽ ഗോകുവിനെ നോക്കി മുരച്ച് നിൽക്കും. ഗോകു ആണെങ്കിൽ അതിനെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതിനത് ദേഷ്യപ്പെട്ട് പറയും, നീ തന്ന ഈ ഭിക്ഷയായിട്ടുള്ള ലൈഫ് അതെനിക്ക് ആവശ്യമില്ല. പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ ഈ ഒരു ലോകം എന്റെ കൈക്കുള്ളിലാക്കും. ഇത് നിങ്ങളുടെ ഒരു നൈറ്റ് മെയർ ആയിട്ട് എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന് പറഞ്ഞ് അവൻ മുകളിലേക്ക് പോകും. ബൊൽമയാണെങ്കിൽ ഒരു സെക്കൻഡ് ഗോകുവിന്റെ കുട്ടിക്കാലം ആലോചിക്കും. അത്രയും കുഞ്ഞായിരുന്ന ഗോകു ഇപ്പോൾ വളർന്നിരിക്കുന്നു. എല്ലാവരെയും തോൽപ്പിച്ച് നമ്പർ 1 ആയി മാറിയിരിക്കുകയാണ്. ചീച്ചിയാണെങ്കിൽ ഹാപ്പി ആയിട്ട് ഓടി വന്ന് ഗോകുവിനെ കെട്ടിപ്പിടിച്ച് അച്ചറും പുച്ചറും ഉമ്മ വയ്ക്കും. ആ സമയം ഗാർഡിയൻ ആണെങ്കിൽ ഗോകുവിനോട് പറയും, എനിക്കെന്റെ ഈ ഒരു സ്ഥാനം അത് മാറാൻ സമയമായിരിക്കുകയാണ്. അത് എനിക്ക് കൊടുക്കാൻ പറ്റിയ ഒരാൾ നീ തന്നെയാണ് ഗോകു. ഗാർഡിയൻഷിപ്പ് അത് നിന്നെ കൊണ്ട് മാത്രമാണ് പറ്റുക. അത് കേട്ട് ഗോകു ഞെട്ടും. അയ്യോ ഇല്ല, എന്നെ കൊണ്ട് അത്രയും വലിയ റെസ്പോൺസിബിലിറ്റി അത് ഏറ്റെടുക്കാൻ കഴിയില്ല. നിങ്ങളുടെ ജോലി അത് നിങ്ങൾ തന്നെ ചെയ്യണം. ഗാർഡിയൻ ആണെങ്കിൽ അവനെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. എന്നെ കഴിഞ്ഞ് ബെസ്റ്റ് ആയിട്ട് എനിക്കത് ചെയ്യാൻ വേണ്ടി പറ്റും. എനിക്ക് ഈ ലോകത്ത് വിശ്വാസമുള്ള ഒരേ ഒരാൾ നീയാണ്. ഗോകു ആണെങ്കിൽ അവന്റെ ഫ്ലൈങ് നിംബസിനെ വിളിച്ച് ചീച്ചിയെയും പിടിച്ചു വലിച്ച് അതിലങ്ങനെ പറന്നു പോകും. ഐ എം സോറി ഗാർഡിയൻ, എനിക്കത് ചെയ്യാൻ കഴിയില്ല എന്ന് പറയും. ഇവിടെ മാസ്റ്റർ ആണെങ്കിൽ ഇതാണ് അതിന്റെ അവസാനം എന്ന് പറയുന്ന അടുത്ത നിമിഷം തലയിലേക്ക് ഒരു തേങ്ങ വീഴും. അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.